ഹായ് അമീഗോസ്, വെൽക്കം ടു മൈ ചാനൽ ദ തൃശ്ശൂർ ഗേൾ ഇൻ ലണ്ടൻ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രീ വെഡ്ഡിങ് പാർട്ടിയുടെ കുറച്ച് വീഡിയോസൊക്കെയാണ് കാട്ടിത്തരാനായിട്ട് പോണത്. ആദ്യത്തെ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഫുൾ വീഡിയോ ആയിട്ട് എല്ലാ വീഡിയോസും മിക്സ് ചെയ്തിട്ട് ഇടാമെന്ന്. ഇത് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് പരിപാടി നടന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വരാനും പാർട്ടി നടത്താനൊക്കെ സൗകര്യം നമ്മുടെ വീടായ കാരണം നമ്മുടെ വീട്ടിലാണ് ഡെക്കറേഷൻസ് എല്ലാതും ചെയ്ത് ഞങ്ങൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. പിന്നെ പാർട്ടി തുടങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തു. പക്ഷേ ആദ്യം ഞങ്ങൾക്ക് വരാൻ ഭയങ്കര നാണായിരുന്നു. എന്താണെന്ന് പറഞ്ഞൂടെ, ഒക്കെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ്. എന്നാലും ഫസ്റ്റ് ഭയങ്കര നാണം. ഏട്ടനെന്നാണ് എനിക്കും നാണം. എനിക്ക് പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല, ഏട്ടന് ഭയങ്കര നാണം. എന്നിട്ട് ഞാനാണ് പിടിച്ച് വലിച്ചിട്ട് കൊണ്ടുവന്നത്. പക്ഷേ ആ ടേക്ക് നന്നായിട്ട് ചളായിപ്പോയി. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ടേക്ക് എടുത്തു. സെക്കൻഡ് ടേക്ക് ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ലൈറ്റൊക്കെ ഇട്ടു. സെക്കൻഡ് ടേക്ക് ആയപ്പോഴത്തേക്കും ലൈറ്റ് ഇട്ടിട്ടാണ് ഞങ്ങൾ വന്നത്. ലൈറ്റ് കെടുത്തിയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് എന്തോ ഭയങ്കരമായിട്ട് നാണം വരുന്ന പോലെ തോന്നുന്നു. അത് കാരണം ലൈറ്റൊക്കെ ഓൺ ചെയ്ത് ഞങ്ങൾ വീണ്ടും വന്നു. പിന്നെ ഏട്ടനെ കൊണ്ട് ആ സ്ലാഷൊക്കെ എന്നെ ഇടിച്ചു. ബ്രൈഡ് ടു ബി മാത്രമേ കിട്ടിയുള്ളൂ, ഗ്രൂം ടു ബി ഒന്നും കിട്ടിയില്ല. അത് കാരണം കിട്ടിയത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. ഈ ഡെക്കറേഷൻ്റെ സംഭവങ്ങളും പിന്നെ ഈ ഒരു പാർട്ടിയുടെ കോർഡിനേഷനും എല്ലാതും ഫ്രണ്ട്സായിരുന്നു. ഇതിലൊന്നും ഞങ്ങൾക്ക് പങ്കില്ലായിരുന്നു. പക്ഷെ ആ ഒരു ഡേ ഡെക്കറേറ്റ് ചെയ്യാനും പിന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഓൾറെഡി വീട്ടിലുള്ള കാരണം ഞാൻ എല്ലാത്തിനും കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ എന്നെ കളിയൊക്കെ ആയിരുന്നു. വേറെ ഒരാളുടെ ആവശ്യമില്ല, കല്യാണപ്പെണ്ണായി ഞാൻ തന്നെ എല്ലാതും ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് മുൻപന്തിയിൽ ചെന്ന് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കളിയാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു ഗൈസ്. സംഭവം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇത്രയ്ക്ക് നന്നാവുമെന്നൊന്നും. അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് കേക്കൊക്കെ വാങ്ങിച്ച് ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് എല്ലാതും അവരുടെ വകയായിരുന്നു. ഫുഡൊന്നും ഞാൻ വീട്ടിലുണ്ടാക്കിയില്ല, എല്ലാതും അവരെന്നെ കുക്ക് ചെയ്ത് കൊണ്ടാണ് ചെയ്തത്. ഞാൻ ഫുഡിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. മഫിനും ഡോണറ്റും വൈനും ഒക്കെ ഞങ്ങൾ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അത് വൈനല്ല, അതൊരു ജ്യൂസാണ്. പക്ഷേ വൈൻ ലുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടും പിന്നെന്താ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ഞങ്ങൾ കറക്റ്റ് ആ ഒരു കളർ, ഇതൊക്കെ ചേച്ചിയുടെ ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ ഐഡിയ ആണ്. ചേച്ചിയാണ് എല്ലാതും കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ വൈൻ കുടിക്കുന്നത് ഭയങ്കര കോമഡി ആയിരുന്നു. കുറേ പേര് പറയും കൈ ക്രോസ് ചെയ്തിട്ട് കുടിക്കണമെന്ന്, പിന്നെ കുറേ പേര് പറയും അതിൻ്റെ ആവശ്യമില്ല, ചുമ്മാ ഇങ്ങനെ കുടിച്ചാൽ മതിയെന്ന്. അങ്ങനെ ഫുൾ കൺഫ്യൂഷൻസ് ഒക്കെ ആയിരുന്നു. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുടിച്ചു. പിന്നെ അതിനിടയിൽ കുറേ കോമഡി, അവിടെ കമൻറ്റിങ് അതൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. എന്താ പറയുക, എനിക്കിത് പറഞ്ഞ് ഫുള്ള് നിങ്ങളിൽ എത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് അത്ര ഹാപ്പി ആയിരുന്നു ഞങ്ങൾ. മിക്കതും ഈ വീഡിയോസ് കാണുമ്പോഴായാലും ഫോട്ടോസ് കാണുമ്പോഴൊക്കെ ആയാലും മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ എൻ്റെ ബ്രൈഡ് ടു ബി എൻ്റെ മാത്രം കുറച്ച് ഫോട്ടോസും വീഡിയോസ് എടുക്കലിൻ്റെ ഷൂട്ടായിരുന്നു. ഏട്ടൻ ആ സമയത്ത് മാറി നിന്നു. പിന്നെ ഞങ്ങൾ കുറേ വട്ടം ഈ വൈൻ ചിയേഴ്സ് അടിക്കണേൻ്റെയും അതുപോലെ തന്നെ കുടിക്കണേൻ്റെയൊക്കെ കുറേ ക്ലിപ്പുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ടും ലൈറ്റ് ഇട്ടിട്ടൊക്കെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളവിടെ ഡെക്കറേറ്റ് ചെയ്തപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ആ ലൈറ്റ് ഇട്ടിട്ടുള്ള ഫോട്ടോസും കൂടെ കിട്ടണമല്ലോ. പിന്നെ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് അടിപൊളിയായിരുന്നു. എനിക്ക് എന്താ പറഞ്ഞ് തീരണില്ല, അത്രയും അടിപൊളിയായിരുന്നു. എനിക്ക് എന്താ പറയുക, ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇത്ര എഫേർട്ട് ഇട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നതിൻ്റെ സങ്കടമൊക്കെ ഉണ്ടായി. സങ്കടമല്ല, ഒരു ആനന്ദാശ്രു. പിന്നെ നമ്മൾ ഫുഡിലോട്ട് കിടന്നു. നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കട്ട്ലേറ്റ്, ചിക്കൻ കട്ട്ലേറ്റ് ആണ്. പിന്നെ ബട്ടർ ചിക്കൻ, പിന്നെ ഫുൾ ചിക്കൻ ഗ്രില്ല് ചെയ്തത്, വെജിറ്റബിൾസ്, സ്റ്റൂ, ചപ്പാത്തി, ഇതൊക്കെ ചേച്ചിമാരുണ്ടാക്കി കൊണ്ടുവന്നതാണ്. പിന്നെ ചിക്കൻ ന്യൂഡിൽസ്, ചിക്കൻ കറി ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് വേറൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു, പുലാവായിരുന്നു. അതും ചേച്ചി ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഒക്കെയും അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സർലാസ്, നാരങ്ങച്ചാറ് ഇതൊക്കെ ഉണ്ടായി, വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടായി. ഇത് ഞാൻ എടുത്തൊരു പോർഷനാണ്. പിന്നെ എന്താ കുറേ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഞങ്ങൾ കഴിക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. പിറ്റേ ദിവസം ഞങ്ങൾക്ക് സെയിം ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.